അറിയില്ല കുട്ടിയാടെ ആണോ? വണ്ടി പഞ്ചറായില്ലേ? വണ്ടി പഞ്ചറായിട്ട് കുട്ടിയുടെ ഫോണിൽ ഓർഡർ ചെയ്തു, എന്റെ ഫോണിൽ ഓർഡർ ചെയ്തു. 2 വണ്ടി അപ്പുറത്തേക്ക്. എനിക്കറിയില്ല, 2 വണ്ടി വന്നതാ നിൽക്കുന്നത്. ചെക്കൻ എങ്ങനെ യാത്ര വണ്ടിപ്പോ അഡ്രസ് കറക്റ്റ് അല്ലേ നോക്കാൻ പറഞ്ഞു. കുട്ടേട്ടൻ അവിടെ കുട്ടേട്ട 2 വണ്ടി വന്നത് ദൈവത്തിനറിയാം അവിടെ പോയിട്ടുണ്ടാവുന്നത്. കൂട്ടുകാരൻ 2 ഫോണിൽ ഓർഡർ ചെയ്തിട്ട് വന്ന് 30 ഇത് ഞങ്ങളല്ലാതെ അവിടെ പോകട്ടോ. ഗായ്സ് അടുത്ത വണ്ടി വന്നു ഗായ്സ്, ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. 5 വണ്ടി അപ്പൊ ഓർഡർ ചെയ്തോളൂ. ഇങ്ങനെ 3 കൂടി അതിനെ വിളിച്ച് പറയണോ? എനിക്കറിയില്ല, 2 വണ്ടി വന്നു. ഇന്നലെ തൊട്ട് വിളിക്കണ്ട്. എന്താ എന്ത് പറയാനാണോ? അറിയില്ല, കുട്ടിയുടെ 5 എന്നൊക്കെ പറയണേ. എനിക്കറിയില്ല. ഞാൻ ഒരു കേസ് പറയട്ടെ, അവർക്ക് 7 മിനിറ്റ് വരെ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ക്യാൻസൽ ചെയ്ത് പൊക്കോളും. അത് സീനില്ല. അതിന്റെ ബാക്കിയുള്ള പോയിട്ട് വണ്ടി ഇറക്കിയിട്ട് ബാക്കിയുള്ള അങ്ങനെ തന്നെ ഓർഡർ പോകണു. അത് എന്താണ് ആണോ? ആ പോണോ നമ്മുടെ വണ്ടി? വണ്ടി ഉണ്ട്. വീലും കാര്യങ്ങളൊക്കെ കഴിച്ചു തന്നു. നമ്മള് പഞ്ചറൊന്നും സെറ്റാക്കാൻ വേണ്ടി പോവാ. ഞാന് കുട്ടേട്ടൻ സജീവ്. അപ്പൊ നമ്മള് നടന്നു പോണത് നമ്മുടെ വർക്ക്ഷോപ്പിന്റെ ഇതൊക്കെ കേട്ടോ. നമ്മുടെ വണ്ടി കൊടുത്തില്ലേ അവിടേക്കാം. പഞ്ചർ ഒട്ടിച്ചു. നമ്മുടെ കട അപ്പോൾ 1 മണിക്കൂർ ആവുന്ന പറഞ്ഞത്. എന്നിട്ട് നമുക്ക് പഞ്ച് സെറ്റാക്കാം, ടയറൊക്കെ ഇട്ടിട്ട് ഇതാക്കാം. അപ്പോൾ ഏട്ടാ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മാറ്റാം. അത് അവിടെ 1 മണിക്കൂർ എന്നാണ് പറഞ്ഞത്. ഇവിടെ 8 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇല്ലെങ്കിൽ നാളെ അവരെ കൊടുത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ